മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി നിരന്തരം നവീകരിക്കുന്ന ജീവിയാണ് മനുഷ്യനെന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിതത്തിന്റെ ഓഡിറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ഓഡിറ്റിംഗ് വെറുതെ നടക്കുന്നതല്ല. മനുഷ്യന്റെ ഒരു 55 വയസ്സുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഏറെക്കുറെ പരാശ്രയത്തിന്റെ ജീവിതമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ ആദ്യകാലത്ത് നമ്മൾ ജീവിതം ജീവിക്കാതെ പഠിക്കുക, അങ്ങനെ ഒരു വഴിയിലൂടെ പോയി കുറച്ച് കഴിഞ്ഞ് പിന്നീട് രക്ഷിതാക്കൾ, പിന്നെ അത് കഴിഞ്ഞ് കുടുംബം, ഇങ്ങനെ പലതിനും വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ ഒന്ന് സ്വതന്ത്രനാകുന്നത് മിക്കവാറും ഒരു 50-55 വയസ്സാകുമ്പോഴായിരിക്കും. അപ്പോഴേക്കും പേരക്കുട്ടികളൊക്കെ ആയി, മക്കൾക്കൊക്കെ മിക്കവാറും ജോലിയൊക്കെ ആയി, നമ്മൾ കുറച്ച് ഒരു ജോലിയിൽ നിന്നുള്ള വിമുക്തി നമുക്കുണ്ടാകുന്നു. എന്റെ ജീവിതം എന്റേതാണ്, എന്റെ സമയം എന്റേതാണ് എന്ന് തോന്നുന്ന തരത്തിലൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചു തുടങ്ങുക ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് ആ കാലത്തെ നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വായിച്ച പ്രസിദ്ധമായിട്ടൊരു കവിത ഞാൻ ഓർക്കുക, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കവിതയുടെ ടൈറ്റിൽ തന്നെ എനിക്ക് ഇഷ്ടത്തോടെ വയസ്സാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ഇഷ്ടത്തോടെ എനിക്ക് വയസ്സാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ആ കവിയാണ് അവർ പറയുന്നുണ്ട്, മരങ്ങൾ പൂത്തു കഴിഞ്ഞാൽ, മരത്തിന് വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ ഔഷധ മൂല്യം കൂടുകയാണ് ചെയ്യുക. തെരുവുകൾ ഏറ്റവും പ്രാചീനമാകും തോറും അതിന്റെ ആന്റിക് വാല്യൂ കൂടുകയാണ് ചെയ്യുക. പക്ഷേ മനുഷ്യൻ മാത്രം വയസ്സാകുമ്പോ അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടത്തോടെ വയസ്സാകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത്, ഈ ഇഷ്ടത്തോടെ വയസ്സാകുന്ന, ഇഷ്ടത്തോടെ ജീവിതത്തെ പ്രണയിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കുറേയൊക്കെ യാത്രകളായാലും സുഹൃത്തുക്കളെ ചെന്ന് കാണാനും വായനയായാലും എഴുത്തായാലും, പലരും ഈ കാലം വരുമ്പോഴാണ് എഴുത്തുകാരായിട്ടൊക്കെ മാറുക. ഇതിൽ തന്നെ ഒരു കവിതാസമാഹാരം ഇറക്കിയെ കുറിച്ച് നാരായണ മഹർഷി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു തരത്തിലുള്ള സർഗാത്മകമായ പുനർജന്മമാണ് ഈ പ്രായം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ആ തരത്തിലുള്ള പല ജീവിതങ്ങളെയും മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ടി മോഹനൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് പി മനോജ് കുമാർ, ട്രഷറർ സന്തോഷ് കുട്ടിയിൽ, ഗോപി നാരായണൻ, പി ബഷീർ, കെ മജീദ്, കെ ജയകുമാർ, വി ബബിത, MTK പ്രദീപ്, സന്തോഷ് മുല്ലപ്പള്ളി, ബിന്ദു സജിത്ത്, അഡ്വക്കേറ്റ് രാജീവൻ കുറ്റ്യാടി തുടങ്ങിയവർ സംസാരിച്ചു. കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചിലും പഠിച്ച വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘനൃത്തം, ഒപ്പന, മിമിക്രി, മോണോ ആക്ട്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കെല്ലാം മൊമന്റോകൾ നൽകി. സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സംഗമത്തിന്റെ മുദ്ര പതിച്ച കീ ചെയിൻ സമ്മാനമായി നൽകി. പുതുവർഷം തുടങ്ങി 2ാം ദിവസം തന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ പുതുവർഷ ആഘോഷം കേക്ക് മുറിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ 1984-87 എന്ന രീതിയിൽ ഒരു ബാച്ചിന്റെ ഗ്രൂപ്പായിട്ടായിരുന്നു ആദ്യം തുടങ്ങിയത്. അടുത്ത കാലത്തായി നമ്മളൊരു കവിതാ സമാഹാരം പുറത്തിറക്കി, മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ. മടപ്പള്ളി കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ അതിലേക്ക് കവിതകൾ അയച്ചു.